ഹായ്, ഇത് നമ്മുടെ വീട്ടിലത്തെ ഒരു സൺഡേ വീഡിയോ ആണ് കേട്ടോ. വെള്ളം ഒഴിച്ചില്ലെങ്കിലും ചെടികളൊക്കെ പൂത്തിക്കുന്നുണ്ട്, ഭാഗ്യം. അപ്പോൾ ഹാളിൽ വന്ന് നോക്കുമ്പോൾ തുമ്പിമോളത്തെ നല്ല ഡാൻസ് ആണല്ലോ. പവിഴമല്ലി സോങ്ങിനാണ് കുട്ടി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ രാവിലെ കഴിക്കാനായിട്ട് പൂരിയും നല്ല ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. നല്ല കട്ടിയിൽ വെച്ച് ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ. അപ്പം ഇന്ന് ഒറ്റപ്പാലം പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം അതിനെ ഒരുങ്ങി നിൽക്കുകയാണ് ഞാനും തുമ്പി കേട്ടോ. അപ്പം ഞാൻ ചെരുപ്പിട്ട് കണ്ടിട്ടാണ് കുട്ടി ഇതാ ചെരുപ്പിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഇടാന്ന് ചോദിച്ചാൽ. നമ്മൾ ഓൾമോസ്റ്റ് ഇറങ്ങിയിട്ടോ. നമ്മൾ ഇറങ്ങിയതാ പോവാൻ നിൽക്കുകയാണേ. അപ്പോൾ നമ്മൾ എന്താണ് ഒറ്റപ്പാലം പോകണമെന്ന് വെച്ചാൽ നമുക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം, എൻ്റെ ഫോളോവേഴ്സിന് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. എനിക്കൊരു ഓൺലൈൻ പേജ് ഉണ്ട്, അതേപോലെ സ്റ്റിച്ചിങ് ലാബും ഉണ്ട്. നമ്മളെ സ്റ്റാഫ് ആണെങ്കിൽ ഇന്ന് ലീവാണ്, ആൾക്ക് വയ്യാണ്ട് ലീവാണ്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. ആളുടെ മോനാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ആളുടെ കയ്യിൽ നിന്ന് നമ്മൾ സാധനം വാങ്ങിച്ചതാ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ആനേനെ കണ്ടു. തുമ്പിമോൾക്കാണെങ്കിൽ ആനേനെ ഒത്തിരി ഇഷ്ടം കേട്ടോ. അപ്പോൾ നമ്മളത് കാണിക്കാനും കുട്ടിക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിർത്തിയിട്ട് 2 ആന ഉണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ നല്ല ഇഷ്ടമായി. കൊമ്പേന കുട്ടപ്പൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഏട്ടൊരു കാര്യം പറഞ്ഞത്, നമുക്ക് തിരുവില്ലാമല പോയിട്ട് വരാം, കുട്ടികളെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന്. അപ്പം ഞങ്ങൾ നേരെ തിരുവില്ലാമല പോയിട്ടോ. നമ്മൾ വീട്ടിലെത്തിയിട്ടോ. വീട്ടിലെത്തിയപ്പോൾ ആദ്യം കാണതാ ലച്ചോടിരിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടീനൊക്കെ എടുത്ത് കൊഞ്ചാണ് കേട്ടോ ലച്ചു. അത് കഴിഞ്ഞ് ഉച്ചയായപ്പോൾ ചേച്ചി കുട്ടിക്ക് ചോറ് കൊടുത്തേ. ചോറ് കഴിച്ച വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, എന്താ വെച്ചാൽ അത്രയ്ക്ക് വിശപ്പായിരുന്നു, എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചിക്കൻ കറി ചിക്കൻ ഫ്രൈ ഒക്കെ കൂടിയിട്ട് ഫുഡ് അടിച്ചു കിട്ടാം. അപ്പോൾ നമ്മളിപ്പോൾ പോണത് ഒറ്റപ്പാലത്തേക്കാണേ. എന്താണെന്ന് വെച്ചാൽ ഒരു സർപ്രൈസ് ഉണ്ട്. നാളെ ഒരു സർപ്രൈസിന് വേണ്ടിയിട്ടാണ്. നാളെ ലച്ചുവിൻ്റെ ഡാഡിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ചേച്ചി ആൾക്ക് ഫോൺ വാങ്ങിച്ചു കൊടുക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കണേ. അപ്പോൾ ഫോൺ വാങ്ങിക്കാനാണ് നമ്മൾ പോണത് കേട്ടോ. ഏട്ടനറിയില്ല, ആൾ സർപ്രൈസാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒറ്റപ്പാലം സിൽക്കോ മൊബൈൽസ് എന്നാണ് ഫോൺ എടുക്കണേ. ഓപ്പോൻ്റെ ലൈറ്റ് ന്യൂ മോഡലാണ് കേട്ടോ നോക്കി വെച്ചിരിക്കണത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ തുമ്പിമോളുടെ കലാവിരുതുകളാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ നമ്മൾ തിരിച്ച് റിട്ടേൺ വന്നു കേട്ടോ. റിട്ടേൺ വന്നാൽ നമ്മൾ ഡ്രീം മാക്സിൽ നമ്മൾ സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട്, ദൃശ്യം ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എത്തി. പക്ഷേ അവിടെ ഭയങ്കര തിരക്കാണ്, നല്ല തിരക്കാണ്. എല്ലാ ഷോയ്ക്കും നല്ല തിരക്കായിരുന്നു. ഞങ്ങൾക്ക് 4:30ക്കാണ് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ലച്ചു ഏട്ടനും കൂടിയിട്ട് ടിക്കറ്റ് വാങ്ങിക്കാൻ പോയി. അപ്പോൾ തുമ്പി നല്ല ഉറങ്ങായിരുന്നു. ഞങ്ങൾക്ക് ലാസ്റ്റത്തെ സീറ്റാണ് കിട്ടിയത്, ഫ്രണ്ടിൽ, ഏറ്റവും ഫ്രണ്ടിലാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോഴേക്കും ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സിനിമ അടിപൊളി സിനിമയായിരുന്നു കേട്ടോ, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. അപ്പം സിനിമ കഴിഞ്ഞു, 7:30 ആകുമ്പോൾ സിനിമ കഴിഞ്ഞു ഞങ്ങളിതാ ഇറങ്ങിയിട്ടോ. ചേച്ചി അവരും അവർ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ പിന്നെ നമ്മളും ഇതാ പോവാണ് കേട്ടോ, വീട്ടിലേക്ക് പോവാണ്. നമ്മളിതാ വീട്ടിലെത്തിയതാ തുമ്പിമോൾ അപ്പം തന്നെ താഴ്ത്തിറങ്ങിട്ടോ. പിന്നെ ഇതാ തുമ്പിമോളുടെ മുത്തശ്ശൻ സ്ലേറ്റും ബുക്സൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നേ. ആൾക്ക് ഇതൊക്കെ കാണാനും നോക്കാനൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് കേട്ടോ. ഇതൊക്കെ എങ്ങനെ നോക്കാനാണെങ്കിലും ഈ ചിത്രങ്ങളൊക്കെ നോക്കാനാണെങ്കിലും ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. കുട്ടിക്ക് പഠിക്കാനായിട്ടില്ല എങ്കിൽ പോലും കുട്ടിക്ക് ഇതൊക്കെ നോക്കാനൊക്കെ ഭയങ്കര